അതുകൊണ്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല പറഞ്ഞൊരു ഹദീസ് നമ്മൾ ഓർക്കേണ്ട വിഷയമാണ്. ആ ഹദീസ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമുക്കിതുപോലെ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടെന്നതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുക, റസൂലേ മത സ്സാഅ, എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? റസൂൽ പറഞ്ഞു, വമാ അജതലഹ, അന്ത്യനാൾ സംഭവിക്കുന്നൊക്കെ നിൽക്കട്ടെ, നീ അതിനു വേണ്ടി എന്ത് തയ്യാറാക്കി? അദ്ദേഹം പറഞ്ഞു, വമാ അജതുലഹ മിൻ കസീര സ്വലാത്തിൻ വലാ സിയാം വലാ സദഖ, ഒരുപാട് നോമ്പൊന്നുമില്ല, ഒരുപാട് നിസ്കാരവുമില്ല, ഒരുപാട് സദഖയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹ, പക്ഷെ ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. കള്ളമല്ല, സത്യസന്ധമാണ്. ഒരുപാട് നിസ്കാരം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത, നിന്റെ സ്നേഹം സത്യസന്ധമാണോ, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ ആയിരിക്കും നീ എന്ന് റസൂൽ പറഞ്ഞു. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതുപോലെ സന്തോഷം ഉണ്ടാക്കിയ മറ്റൊരു വാക്കുമില്ലെന്ന്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ എനിക്ക് സന്തോഷമുണ്ടാക്കിയ ഒരു വാക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ഈ ഹദീസ് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടെന്നതാണ്. റസൂലിനെയും അള്ളാഹുവിനെയും നീ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എങ്കിൽ അൻത മഅ മൻ അഹ്ബബ്ത, നീ ആ റസൂലിനെ നീ സ്നേഹിച്ചവരുടെ കൂടെ ആയിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ നാളെ സ്നേഹിച്ചവരുടെ കൂടെ ആയിരിക്കണം. അങ്ങനെയാണല്ലോ ഹദീസിന്റെ അർത്ഥം. നമ്മൾ സ്നേഹിക്കുന്ന ആരാ? മനസ്സിൽ ചിന്തിക്കാം. നമ്മുടെ റസൂലിനെ സ്നേഹമെന്ന് പറഞ്ഞാലും അള്ളാഹുവിനെ സ്നേഹമെന്ന് പറഞ്ഞാലും നമ്മൾ എത്രമാത്രം ആ സ്നേഹം ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരുടെ കൂടെ ആയിരിക്കും ഉണ്ടാവുക. ഈ ഹദീസ് കേട്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ എന്നത് നമ്മൾ ആത്മവിചിന്തനം നടത്തേണ്ട വിഷയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളുടെ ചില മാറ്റങ്ങൾ നമ്മുടെ വിഷയത്തിൽ വരുത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് ആ മാറ്റം വരുത്തുക? എങ്ങനെ റസൂലിനെ